ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചരിത്രത്തിൽ ICC ട്രോഫി നേടിക്കൊടുത്ത ചുരുക്കം ചില പരിശീലകരിൽ ഒരാളാണ് രാഹുൽ ദ്രാവിഡ്. മുൻ ഇന്ത്യൻ നായകനും വിക്കറ്റ് കീപ്പറുമായിരുന്ന ദ്രാവിഡ് പരിശീലകനെന്ന നിലയിലും തകർപ്പൻ റെക്കോർഡോടെ തലയുയർത്തിയാണ് ഇന്ത്യൻ ടീമിന്റെ പടിയിറങ്ങിയത്. കരിയറിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ICC ട്രോഫി നേടാൻ ദ്രാവിഡിന് സാധിച്ചിരുന്നില്ല. എന്നാൽ പരിശീലകനായി ഇന്ത്യയെ T20 ലോകകപ്പ് കിരീടം ചൂടിക്കാൻ ദ്രാവിഡിന് സാധിച്ചു. ഇന്ത്യ ആതിഥേയരായ ഏകദിന ലോകകപ്പ് കിരീടം നേടിക്കൊടുക്കുന്നതിൽ ദ്രാവിഡ് പരാജയപ്പെട്ടെങ്കിലും T20 ലോകകപ്പിൽ തോൽവി അറിയാതെ ഇന്ത്യ കപ്പിലേക്കെത്തുകയായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ദ്രാവിഡിന് കീഴിൽ ഇന്ത്യ തോറ്റിരുന്നു. എന്നാൽ ഇപ്പോൾ തൻ്റെ പരിശീലക കരിയറിൽ തന്നെ ഏറ്റവും നിരാശപ്പെടുത്തിയ കാര്യം എന്താണെന്ന് ദ്രാവിഡ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ ഏകദിന ലോകകപ്പ് തോറ്റതല്ല, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ തോറ്റതുമല്ല, ദക്ഷിണാഫ്രിക്കയിൽ കന്നി ടെസ്റ്റ് പരമ്പര നേടാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയതാണെന്നാണ് ദ്രാവിഡ് പറയുന്നത്. ഇന്ത്യയുടെ പരിശീലകനായി ഏറ്റവും നിരാശപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കൻ ടെസ്റ്റ് പരമ്പര നേടാൻ സാധിക്കാത്തതാണെന്ന് ഞാൻ പറയും. സെഞ്ചുറിയനിൽ ആദ്യ മത്സരം ജയിക്കാൻ ഇന്ത്യക്കായി, എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരം തോറ്റ് പരമ്പര കൈവിട്ടു. ദക്ഷിണാഫ്രിക്കയിൽ ഇതുവരെ ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടിയിട്ടില്ല. അതുകൊണ്ടുതന്നെ സുവർണ അവസരമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ചില സീനിയർ താരങ്ങൾ അന്ന് ടീമിലില്ലായിരുന്നു. രോഹിത് ശർമ്മക്ക് പരിക്കായിരുന്നു. ചില പ്രധാന സീനിയർ താരങ്ങളും അന്നത്തെ പരമ്പരയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ജയിക്കാവുന്ന സാഹചര്യത്തിൽ നിന്നാണ് അന്ന് പിന്നോട്ടു പോയത്. ഇന്ത്യയുടെ പരിശീലകനെന്ന നിലയിൽ ഇപ്പോഴും നിരാശപ്പെടുത്തുന്നത് ഇതാണ്, ദ്രാവിഡ് പറഞ്ഞു. ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലകനായപ്പോൾ ടെസ്റ്റിൽ വമ്പൻ കുതിച്ചുചാട്ടം പ്രതീക്ഷിച്ചിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അടക്കം ഇന്ത്യക്ക് നേടിക്കൊടുക്കാൻ ദ്രാവിഡിന് സാധിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇതിന് ദ്രാവിഡിന് സാധിക്കാതെ പോയി. ഇന്ത്യയിൽ ഏകദിന ലോകകപ്പ് നേടിക്കൊടുക്കാൻ ദ്രാവിഡിന് സാധിക്കാതെ പോയതും അദ്ദേഹത്തെ വേട്ടയാടുന്ന സംഭവമാണെന്ന് പറയാം. തോൽക്കാതെ ഫൈനലിലെത്തിയ ഇന്ത്യ ഓസ്ട്രേലിയയോട് തോറ്റു. സ്വന്തം മണ്ണിൽ ഏകദിന ലോകകപ്പ് നേടിയെടുക്കാനുള്ള സുവർണ അവസരമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഇത് എല്ലാ ആരാധകരെയും ഒരുപോലെ നിരാശപ്പെടുത്തിയ സംഭവമാണെന്ന് പറയാം. പരിശീലകനെന്ന നിലയിൽ മോശമല്ലാത്ത റെക്കോർഡുകളോടെയാണ് ദ്രാവിഡ് പടിയിറങ്ങിയത്. T20 ലോകകപ്പ് നേട്ടത്തോടെ പടിയിറങ്ങാൻ ഭാഗ്യം ലഭിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത്. അധിക മാർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് ദ്രാവിഡിന് ലഭിച്ചത്. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലെ തോൽവി വലിയ പാഠം നൽകിയെന്നും ദ്രാവിഡ് പറഞ്ഞു. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലെ തോൽവി വലിയ പാഠമാണ് നൽകിയത്. ആ തോൽവിയിൽ നിന്ന് നിരവധി കാര്യങ്ങൾ പഠിക്കാനാവും. എന്തൊക്കെയാണ് ഇനി ടീമിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തന്നു. ഉയർച്ചയും താഴ്ചയും എങ്ങനെ ടീമിനെ ബാധിക്കാതെ മുന്നോട്ടു പോകണമെന്ന് തിരിച്ചറിഞ്ഞു. ടീമിൻ്റെ സന്തുലിതാവസ്ഥ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞു. എതിർ ടീമും ജയിക്കാനായി വരുന്നവരാണ്. അവരും ലോകോത്തര ടീമായിരിക്കും. എപ്പോഴും ജയിക്കണമെന്ന് കരുതിയാലും അതും നടക്കില്ല. മികച്ചതും കൃത്യമായതുമായ മുന്നൊരുക്കവും ടീം തിരഞ്ഞെടുപ്പും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ എത്രയൊക്കെ നന്നായി മുന്നൊരുക്കം നടത്തിയാലും ചിലപ്പോൾ തോൽക്കും. അപ്പോഴും ടീമിനൊപ്പം തലയുയർത്തി നിൽക്കാനാണ് ആഗ്രഹം, ദ്രാവിഡ് കൂട്ടിച്ചേർത്തു.